ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദിപുണ്യ ഗാർഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് പോംപോം ഫാൻ നമ്മൾ അതിനെ റീപ്പോർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനെ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്ലാന്റ് നിറച്ച് നിൽക്കുന്ന പ്ലാന്റിനെ നമ്മൾ എത്ര പ്ലാന്റാക്കി മാറ്റാം, എങ്ങനെ നമുക്കതിനെ റീപ്പോർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ വളർച്ചയൊക്കെ മുരടിച്ച് നിറച്ച് തിങ്ങി നിറഞ്ഞ് ഇതിനിപ്പം വളരാൻ സ്ഥലമില്ല. അതേപോലെ അതിൻ്റെ അകത്ത് ഉള്ള വളവും ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിനെ നമ്മൾ ഇളക്കി റീപ്പോർട്ട് ചെയ്ത് നമുക്ക് ഒരു 3-4 പോട്ടിൽ നടാൻ പറ്റും. ഇങ്ങനെയുള്ളതിന് നമുക്ക് അന്നേരം അത് നശിച്ചു പോകാതെ എങ്ങനെ ഇതിനെ നമ്മൾ ഇളക്കി ഒരു 3-4 പോട്ടിലാക്കി ഇതിനെ വളർത്താം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് ഇതിനെ തട്ടി ഇതിൽ നിന്ന് ഇളക്കണം. അപ്പോൾ ഇത് നല്ല കൂളായിട്ട് ഞളയിപ്പോരും. വളരെ ഈസിയായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അത് കണ്ടോ, ഇത് നമുക്ക് കണ്ടോ, ഇതിൻ്റെ സൈഡിലെല്ലാം തിങ്ങി നിറഞ്ഞ് തൈകൾ വരാൻ വേണ്ടി ഇങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അത് നമുക്ക് ചെറിയ ചട്ടിക്കകത്തായതുകൊണ്ട് ഇത് വളരെ ഒക്കാത്ത രീതിയിൽ ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഒരു 3-4 ആക്കി നടുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ വളരും. അല്ലാതെ നമ്മൾ ചെറിയ പീസാക്കി നടുവാണെങ്കിൽ ഒത്തിരി സമയം എടുക്കും ഇത് വളർന്നു വരണമെങ്കിൽ. അപ്പോൾ 3-4 ആക്കുവാണെങ്കിൽ നമുക്ക് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെ ഒരു 3-4 ചട്ടിയിൽ കിട്ടും. അപ്പോൾ അതിന് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് പോട്ടി മിക്സാണ്. പോട്ടി മിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മണൽ, ചകിരിച്ചോറ്, അതേപോലെ ചാണകപ്പൊടി, എല്ലുപൊടി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നത്. നാല് പീസ് ആക്കാം. അതായത് നമ്മളല്ലാതെ ഇതെല്ലാം ഇളക്കി കളഞ്ഞ് സെറ്റോടെ ഇളക്കി കളഞ്ഞിട്ട് നടുവാണെങ്കിൽ കിളിച്ച് കയറി വരാനൊക്കെ വളരെ താമസം വരും. അപ്പോൾ ഇതിനെ നമ്മൾ 2 പീസാക്കിയിട്ടുണ്ട്. 2 പീസാക്കിയപ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ വേരുകളും ഒന്നും വലുതായിട്ട് പോയിട്ടില്ല. അതേപോലെ ഇതിൻ്റെ സൈഡിലുള്ള തൈകളും ഒരുപാട് നഷ്ടപ്പെടാതെ നമുക്ക് എടുക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഇതിനെ സെയിം പീസ് അതേപോലെ ഒരു 4 പീസാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വേരൊന്നും കൂടുതലായിട്ട് പോയിട്ടില്ല. അതേപോലെ നമുക്കൊരു ഇതിൽ ഹാങ്ങിങ് പ്ലാന്റിലാക്കി വെച്ചാൽ തന്നെ നമുക്കൊരു അധികം ശോഷിച്ച് പോകാത്ത രീതിയിൽ നമുക്ക് ബുഷിയായിട്ടുള്ള ഒരു പ്ലാന്റായിട്ട് തന്നെ ഇതിനെ വളർത്തിയെടുക്കാൻ കഴിയും. ചട്ടിയുടെ ഹോളൊന്ന് വലുതാക്കണം. വെള്ളം കൂടുതലായിട്ടും കിട്ടി നിന്നാലും നമുക്ക് പ്ലാന്റ് അഴിപ്പാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഏത് പ്ലാന്റ് നട്ടാലും അതിൻ്റെ ഹോള് ഇച്ചിരി ഒന്ന് വലുതാക്കി കൊടുക്കണം. അതിനുശേഷം കുറച്ച് പൊട്ടി മിക്സ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ പ്ലാന്റിനെ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് സെറ്റ് ചെയ്യുക. കറക്റ്റ് സെൻറ്റർ ഭാഗത്തായിട്ട് ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സൈഡിൽ ഫുള്ള് പോട്ടി മിക്സ് നിറച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് പ്ലാന്റ് ഏകദേശം ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇത് നല്ല ബുഷിയായിട്ട് തന്നെ വളരുകയും ചെയ്യും. പെട്ടെന്ന് പ്ലാന്റ് നശിച്ചു പോകത്തില്ല. അതേപോലെ തന്നെ കാണുമ്പോൾ നല്ലൊരു ഇപ്പോൾ കാഴ്ചയ്ക്ക് നല്ലൊരു ഹെൽത്തി പ്ലാന്റായിട്ട് നമുക്കിത് തോന്നുകയും ചെയ്യും. നമ്മൾ ആദ്യം റീപ്പോർട്ട് ചെയ്യാൻ എടുത്ത പ്ലാന്റിൻ്റെ കൂടെയുള്ള പ്ലാന്റാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് 4 ആക്കിയതിൽ ഒരു പ്ലാന്റാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും റീപ്പോർട്ട് ചെയ്യുന്ന രീതികളൊക്കെ അറിയാമെങ്കിൽ കൂടി ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തതേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോകളുമായി വീണ്ടും ഞാൻ വരും. താങ്ക് യു ഫോർ വാച്ചിങ്.